നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന കിടിലൻ പ്രഖ്യാപനമാണ് സൗദി പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരന് സർവീസാനന്തര സേവനങ്ങളും ശമ്പള കുടിശ്ശികയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നൽകണമെന്നുള്ള വിധിയുമായി റിയാദ് ലേബർ കോടതിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പണമൊന്നും ഈടാക്കാതെ തന്നെ സൗജന്യമായി സർവീസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും സ്വകാര്യ സ്ഥാപനത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലാളിയുടെ സേവനം അവസാനിപ്പിക്കാനുള്ള കമ്പനിയുടെ ന്യായീകരണങ്ങൾ എന്ത് തന്നെയായാലും തൊഴിലാളിക്ക് അപകീർത്തിയുണ്ടാക്കുന്ന ഒന്നും സർവീസ് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തരുതെന്നും കോടതി ഉത്തരവിടുകയുണ്ടായി. അതേസമയം തങ്ങളുടെ ബ്രാഞ്ചുകളിൽ ഒന്ന് അടച്ചുപൂട്ടിയെന്ന് കാണിച്ച് കമ്പനി തന്റെ സർവീസ് ആനുകൂല്യവും വേതനത്തിൽ ഒരു ഭാഗവും സർവീസ് സർട്ടിഫിക്കറ്റും നൽകാതെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി വാദിച്ച് ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് റിയാദ് ലേബർ കോടതിയുടെ ഉത്തരവ്. കോടതി ആവശ്യപ്പെട്ടിട്ടും കേസ് വിചാരണയ്ക്ക് കമ്പനി പ്രതിനിധി ഹാജരാവാത്ത സാഹചര്യത്തിലാണ് കമ്പനിയുടെ വാദം കേൾക്കാതെ തന്നെ കോടതി ജീവനക്കാരന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച് ഉത്തരവിട്ടത്. തന്നെ കാരണമില്ലാതെ അന്യായമായിട്ടാണ് പിരിച്ചുവിട്ടതെന്നും ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ നിയമപരമായി ലഭിക്കേണ്ട ഗ്രാറ്റുവിറ്റിയോ നഷ്ടപരിഹാരമോ കമ്പനി നൽകിയില്ലെന്നും സർവീസ് സർട്ടിഫിക്കറ്റ് നൽകാൻ കമ്പനി കൂട്ടാക്കുന്നില്ലെന്നും ജീവനക്കാരൻ കോടതിയെ ബോധിപ്പിച്ചു. ജീവനക്കാരന്റെ പരാതിയിൽ ഹാജരാവണമെന്ന് കാണിച്ച് ജുഡീഷ്യൽ സേവനങ്ങൾക്കായുള്ള പോർട്ടലായ നാജിസ് സെന്റർ വഴി കമ്പനി അറിയിച്ചെങ്കിലും കമ്പനി പ്രതികരിച്ചില്ല. ഇതേ തുടർന്ന് തന്റെ വാദങ്ങൾക്ക് ഉപോദ്ബലകമായ തെളിവുകൾ ഹാജരാക്കാൻ കമ്പനി ജീവനക്കാരനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ വാദം സാധൂകരിക്കാൻ കമ്പനിയുടെ മാനവശേഷി ഡിപ്പാർട്ട്മെന്റ് നൽകിയ പിരിച്ചുവിടൽ നോട്ടീസ് തൊഴിലാളി കോടതിയിൽ ഹാജരാക്കി. അന്യായമായി പിരിച്ചുവിട്ടതിന് നഷ്ടപരിഹാരം എന്നോണം തൊഴിൽ നിയമത്തിലെ 77-ാം വകുപ്പ് അനുശാസിക്കുന്നത് പ്രകാരം 2 മാസത്തെ വേതനത്തിന് തുല്യമായ തുക ലഭിക്കണമെന്നും തൊഴിലാളി കോടതിയിൽ ആവശ്യപ്പെട്ടു. ജീവനക്കാരന്റെ വാദം അംഗീകരിച്ച കോടതി പരാതിക്കാരന് കമ്പനി വേതന കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും നിയമം അനുശാസിക്കുന്ന സർവീസ് ആനുകൂല്യങ്ങൾ കൈമാറണമെന്നും അന്യായമായി പിരിച്ചുവിട്ടതിന് 2 മാസത്തെ വേതനത്തിന് തുല്യമായ തുക നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചു. സർവീസ് സർട്ടിഫിക്കറ്റും കമ്പനി സൗജന്യമായി നൽകണം. മറ്റൊരു പുതിയ തൊഴിൽ ലഭിക്കൽ എളുപ്പമാക്കാനാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ആയതിനാൽ അപകീർത്തി ഉണ്ടാക്കുന്ന ഒന്നും ഉൾപ്പെടുത്താതെ ആയിരിക്കണം അത് നൽകേണ്ടത്. തൊഴിലാളി കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ച തീയതിയും സർവീസ് അവസാനിപ്പിച്ച തീയതിയും ജോലി ചെയ്തിരുന്ന പ്രൊഫഷനും വേതനവും സർവീസ് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തണമെന്നും റിയാദ് ലേബർ കോടതി ഉത്തരവിട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.